ഇല്ലെങ്കിൽ നിങ്ങൾ ആരും താജ്മഹൽ കാണാൻ പോകില്ല. അതിന് എന്റെ വാപ്പ എന്നെ കൂട്ടുക ചങ്ങായി. അത് അനക്കവിടെ ചങ്ങായി കായ്. ഞങ്ങളൊക്കെ റെഡിയാണ്. എന്റെ വാപ്പാന്റെ സമ്മതം വാങ്ങി വാ. അത് ഞാൻ വാങ്ങി വരാം. നിങ്ങൾക്ക് അത് അറിഞ്ഞത് അനോ ഒലക്കാക്കും. അനോ അപ്പന്റെ പേര് കോയ തന്നെയല്ലേ? വെറും കോയ അല്ലടാ, കൊമ്പങ്ങാട് കോയ. അപ്പച്ചേ ഞാൻ ചങ്ങായിമാരൊന്നും താജ്മഹലൊക്കെ കാണാൻ ചങ്ങായിമാര് പോകണ്ട്. പച്ചേ ഞാനും പോട്ടെ. താജ്മഹൽ കാണാനോ? അതിനൊക്കെ എത്ര പൈസ വെച്ചിട്ടാ? പൈസ എന്റെ അടുത്തുണ്ട്. എനിക്ക് പറഞ്ഞ പൈസ ഒരു കുറ്റി വെച്ചിട്ടേ. ഇതിലാകെ 10 രൂപ കുറച്ച് ചില്ലറ പൈസ അല്ല ഉണ്ടാവുക. അല്ലപ്പച്ചേ ഞാൻ കാണിച്ചു തരാം. കുത്തർക്കി ആകെ 13 ഉറുപ്പിക ഉണ്ടാവും. എവിടുന്ന് എനിക്ക് 500 നോട്ടാള്? ഇതൊന്നും എന്റെ അല്ലപ്പച്ചേ, ഈ 20 ഉറുപ്പിക ഉള്ളു. ഇതൊക്കെ പതിനെട്ടി ഒന്ന് നീച്ചാടി. തകയാത്ത പൈസ എടുക്കാൻ പോയിക്കാരൻ. അന്ന് ഞാനും പോവും. പൈസ കട്ടിക്കാണ്ട് കുറ്റി കിട്ടേ പോറാൻ ഞാൻ പൊട്ടി. എവിടങ്ങൾ എല്ലാരും കൂടി പോണ്ട്? ഞങ്ങൾ താജ്മഹൽ കാണാൻ പോയ 4000 ഉറുപ്പ ഉള്ളൂ. ഫുഡുണ്ട്, റൂമുണ്ട്. ഇവിടെ കൊണ്ടുപോയിട്ട് ഇവിടെ തന്നെ കൊണ്ടാക്കി തരും. അതിന് അവിടെയൊക്കെ പോയിക്കാണ്ട് തെണ്ടി തിരിഞ്ഞ് നടക്കുന്നുണ്ട്. സ്ഥലം അറിയണം, ഭാഷയൊക്കെ അറിയണം. ആ നിങ്ങൾക്ക് ആർക്കല്ലോ അത് ഞങ്ങളെ കൂടെ മലയാളി ഗൈഡുണ്ടേ. ആരെ എത്ര കുറഞ്ഞ കായ്ക്ക് നിങ്ങളെ താജ്മഹലാട്ടം കൊണ്ടുവന്ന ആൾക്കാർ? അത് പോയേക്കാ മുക്കത്തുണ്ട് മലയാളി യാത്രാ സഹായിക്കുന്ന ടീം. ഓലാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഒന്നും നോക്കണ്ട, കുഞ്ഞാപ്പൂനും കൂട്ടിക്കോളി. അതിന് വേണ്ടി വരും. ഞങ്ങളെ യാത്ര സംഘടിപ്പിച്ച് പരിചയമുള്ള ഒരു ടീമിനായിട്ട് എന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് അതാണ് നമ്മളെ മലയാളി യാത്രാ സഹായി. ആഗ്ര മാത്രമല്ല കേട്ടോ, കാശ്മീർ, മണാലി, പഞ്ചാബ്, ഹൈദരാബാദ് പാക്കേജ് ഇവർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവരെ മലയാളി യാത്രാ സഹായി എന്നുള്ള ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കേട്ടോ. അതൊന്നാണ് ഫോളോ ചെയ്താൽ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. വിളിച്ചിട്ട് വിട്ടോളി, വിശ്വസിച്ച് പോകാം.